ഒരുപാട് പേർക്ക് സ്പെഷ്യലായ ഒരു ഡേ ആണ് വാലന്റൈൻസ് ഡേ. അപ്പോൾ നമ്മുടെ February 14 ഇങ്ങനെ വരാൻ നിൽക്കുവാണ്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് മുന്നേ തന്നെ ഒരു വാലന്റൈൻ വീക്ക് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാലന്റൈൻ വീക്കിലെ ഡേ ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഡേ എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഈ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നവംബർ 29 ഉള്ളത്. ഇല്ല അതിന് മുന്നത്തെ ഒരു ഡേ. എല്ലാവരും ഭയങ്കര സിംഗിൾസ് ആയവരും കമ്മിറ്റഡ് ആയവരൊക്കെ. വാലന്റൈൻസ് ഡേ. ഇത് കുറച്ചും കൂടി പ്രൊഫഷണൽ ആലോചിച്ച 29 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പൊ വാലന്റൈൻസ് ഡേയുടെ മുന്നേ ഒരു വാലന്റൈൻ വീക്ക് ഉണ്ട്. ആ വീക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ഏതാണ്? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കുറെ ഡീൽസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കണല്ലോ. അപ്പൊ ക്യൂരിയോസിറ്റിക്ക് എന്തെങ്കിലും ഇതൊക്കെ ഡിഗപ്പ് ചെയ്തിട്ടുണ്ടോ? റോസ്റ്റ് എന്താ, ചോക്ലേറ്റ് എന്താ, ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് പോസ്റ്റുകളൊക്കെ കാണുമ്പോ എപ്പോഴെങ്കിലും എനിക്കും കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് ഇതുവരെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അതാണോ? എന്നാലും ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനല്ല, എല്ലാ ദിവസവും എനിക്ക് സ്പെഷ്യലാണ്. ഇന്ന ദിവസം ഒന്നുമില്ല. വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ ദിവസവും സ്പെഷ്യലാണ്. നമുക്കിപ്പോ ഈ ഒരു മാസത്തിൽ ഒരു പ്രത്യേകതായ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. അത് ഏതാന്നറിയാം? പറയാല്ലേ? ഓക്കെ, ഈ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോ അതിന് മുന്നേ ഒരു വീക്ക് തന്നെ ഉണ്ട്, വാലന്റൈൻ വീക്ക് എന്ന് പറഞ്ഞിട്ട്. ആ വീക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ഏതാണ്? ചോക്ലേറ്റ് ഡേ. നിങ്ങൾക്കോ ചോക്ലേറ്റ് ഡേ ആണോ? അത് ചോക്ലേറ്റ് ഡേ ഇത്ര ഇഷ്ടം? ചോക്ലേറ്റ് ഡേ അതിനെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല കിട്ടിയിട്ടുണ്ടോ? ഇല്ല, വെറുതെ പറയണോ? ആരും തന്നില്ല. അല്ല, ഇത്തവണ അല്ല, എപ്പോഴേലും കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല. വിഷമണം കിട്ടാൻ നല്ല വിഷമണല്ലേ? ഒരു ചോക്ലേറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ബാക്കി ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഡേക്കും ഓരോരോ സ്പെഷ്യൽ അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്റ് ഒക്കെ കാണാം. അപ്പൊ ക്യൂരിയോസിറ്റിയിൽ അതിങ്ങനെ ഡിഗപ്പ് ചെയ്ത് പോവാറുണ്ടോ? ഇപ്പൊ കുറച്ച് ക്യൂരിയോസിറ്റി ഇത് കുറഞ്ഞതാണ്. നല്ല സാഡായിട്ട് പറയണോ? വളരെ ചെറുതാവുമ്പോ എല്ലാം അറിയാൻ ക്യൂരിയോസിറ്റി ആണല്ലോ. ഇപ്പൊ നമുക്ക് അടുത്ത ഈ മാസത്തെ ഒരു പ്രത്യേക ദിവസം വരാൻ പോവാണ്. ഏതാ ദിവസം എന്ന് അറിയാലോ? വാലന്റൈൻസ്. അപ്പൊ ഈ വാലന്റൈൻ വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ വാലന്റൈൻ അങ്ങനത്തെ ഡേയ്സിലൊന്നും ബിലീവ് ചെയ്യുന്നതാണ്. എന്നാലും എന്തെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിലൊക്കെ ഫുൾ നിറച്ച് തന്നെ ആയിരിക്കുമല്ലോ ഒരു ഫെബ്രുവരി തുടങ്ങുമ്പോ തന്നെ. അപ്പൊ ഏതെങ്കിലും ഇന്ന ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോ പോസ്റ്റ് ഒക്കെ കാണുമ്പോ ക്യൂരിയസിൽ ഇങ്ങനെ നോക്കാറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇപ്പൊ ലൈക്ക് ഈ ഒരു ഇതിലാണ് നോക്കുകയാണെങ്കിൽ റോസ് ഡേയില് ഒരുപാട് നല്ല ഫീഡ്സ് ഒക്കെ വന്നായിരുന്നു. കുറെ, അതായത് റോസിനെ ബന്ധപ്പെടുത്തി, അല്ലാണ്ട് ലവ് ആ ഒരു ഇതല്ല, ബട്ട് ആ ഒരു രീതിയിൽ കുറെ നല്ല ഫീഡ്സും പോസ്റ്റ് ഓരോരുത്തരുടെ സ്റ്റോറിയിലൊക്കെ നല്ല ഇതൊക്കെ കണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് മുന്നേ ഒന്നും കണ്ടിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഏതെങ്കിലും ഒരു ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് റിസീവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ബട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ഈ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകതായ ഒരു ദിവസം വരാൻ നിൽക്കുന്നു. അത് ഏതാ ഡേ എന്നറിയോ? വാലന്റൈൻസ് ഡേ. സോ ആ വാലന്റൈൻസ് ഡേക്ക് മുന്നേ തന്നെ കുറെ വാലന്റൈൻ വീക്ക് നമുക്ക് ഒരു എന്താ പറയാ ഒരു സെറ്റ് ഓഫ് ഡേയ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ഏതാ? ചോക്ലേറ്റ് ഡേ. ചോക്ലേറ്റ് ഡേ. എന്ത് ചോക്ലേറ്റ് ഡേ ഇത്ര ഇഷ്ടം? എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. ഇറ്റ്സ് ജസ്റ്റ് കംഫർട്ട് ഫുഡ്. ഓക്കെ, അപ്പൊ ചോക്ലേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇന്നലെ എൻ്റെ സെം 1 മാർക്സ് പബ്ലിഷ് ചെയ്തായിരുന്നു. ഇപ്പൊ പേരൻസ് ആണ് ഒത്തിരി ചോക്ലേറ്റ്സ് ഒക്കെ സ്പെഷ്യൽ ചോക്ലേറ്റ്. അപ്പൊ നോർമലി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇൻ സോഷ്യൽ മീഡിയ ഈ വാലന്റൈൻസ് വീക്ക് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഈച്ച് ഡേക്ക് ഓരോരോ പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ക്യൂരിയോസിറ്റി തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഡിഗപ്പ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ക്യൂരിയസ് ആയിരുന്നു. ഒത്തിരി അങ്ങനെ സെർച്ച് ചെയ്തിട്ടില്ല, പക്ഷെ റീൽസും അതൊക്കെ കാണാറുണ്ട്. അപ്പൊ എന്തെങ്കിലും അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടോ? ലൈക്ക് ചോക്ലേറ്റ് ഡേ റോസ് ഡേ എന്തെങ്കിലും ഡു യു ഗിഫ്റ്റ്
someone? ഞാൻ കൊടുത്തിട്ടുണ്ട്. No, I haven't given anyone yet. But you received. Yeah, I've received flowers and chocolates, yeah. ഓക്കെ അതൊക്കെ ലൈക്ക് എപ്പോഴും മെമ്മറി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് Yeah, ഫ്ലവേഴ്സ് ഉണ്ടല്ലേ സ്പെഷ്യൽ മൊമെന്റ് പോലെ Yeah. ഓക്കെ ശരി താങ്ക് യു. ഇപ്പൊ ഈ മാസത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു ദിവസം വരാൻ പോവാണ്, അറിയാലോ ഏതാണ്? വാലന്റൈൻസ്. അപ്പൊ ഇത് വാലന്റൈൻസ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടൊരു വീക്ക് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഏതാണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എന്നാലും അത് ഏതൊക്കെയാ ദിവസം അങ്ങനെയൊക്കെ ഒരു ക്യൂരിയോസിറ്റിക്കെങ്കിലും നോക്കാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ചോക്ലേറ്റ് ഏതെങ്കിലും ചോക്ലേറ്റ് കിട്ടിയിരുന്നു അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ബാക്കി ഏതെങ്കിലും ഡേ ഒക്കെ എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല? ഇല്ല, അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ദിവസം അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, നല്ല രസമല്ലേ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഓക്കെ ശരി. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു മാസത്തിന് ഒരു പ്രത്യേക ദിവസം തന്നെ ഉണ്ട് എല്ലാവർക്കും. ലൈക്ക് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ദിവസം വരാൻ പോവല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ആ ഒരു ഡേയില് ഒരു വീക്ക് ഉണ്ടല്ലോ, വാലന്റൈൻസ് വീക്ക് എന്ന് പറഞ്ഞിട്ട്, ആ വീക്കിൽ ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഏതാ? അന്ന് വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം. ഓ, അങ്ങനെ കുറച്ച് ഡേ ഉണ്ടല്ലേ, അതാണ് ഇഷ്ടം. എന്നാലും വാലന്റൈൻസ് ഡേ അത് കഴിഞ്ഞിട്ടല്ലേ, അത് വരുന്ന മുന്നുള്ള ഒരു വീക്ക് ഉണ്ടല്ലോ, അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഏതാ? എല്ലാവർക്കും മറ്റേ സ്ലാബ് ഡേ ഒക്കെയാണ് ഏറ്റവും ഇഷ്ടമല്ലേ? കിക്ക് ഡേ, സ്ലാബ് ഡേ അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അതെന്താ കിക്ക് ഡേ സ്ലാബ് ഡേ ഒക്കെ ഇഷ്ടം? നിങ്ങളൊക്കെ സിംഗിൾ ആണോ? അതുകൊണ്ടാണോ? സിംഗിൾ ആയതുകൊണ്ടാണോ കിക്ക് ഡേ സ്ലാബ് ഡേ? അതാണല്ലേ, അങ്ങനെയാണോ? വെറുതെ അറിയാല്ലേ. ഓക്കെ ശരി.